നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസ് വേഴ്സ് ഓസ്ട്രിയ മത്സരത്തിൽ ഒറ്റ ഗോളിന്റെ ലീഡ് സംരക്ഷിച്ച് ഫ്രാൻസ് വിജയിച്ച മത്സരത്തിൽ ആരാണ് പ്ലെയർ ഓഫ് ദി മാച്ച്? കാൻഡെ അല്ലാതെ മറ്റാര്? 33-ാമത്തെ വയസ്സിലും മിന്നുന്ന പ്രകടനം, തൻ്റെ യങ്ങർ വേർഷനെ പോലെ തോന്നി ഇന്നലത്തെ കാൻഡെയുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒട്ടും അധികമാവില്ല. അദ്ദേഹത്തെ തന്നെയാണ് യുവേഫ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന വിശദീകരണം യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ നൽകുന്നുണ്ട്. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ടെക്നിക്കൽ ഒബ്സർവർ പാനലിന്റെ വാക്കുകൾ കൂടി ചേർക്കുന്നു. അതിങ്ങനെയാണ്: കാൻഡെ ഹി വൺ എ ലോട്ട് ഓഫ് ബോൾസ്. ഒരുപാട് ബോളുകൾ അദ്ദേഹം വിൻ ചെയ്തെടുത്തു. ഓസ്ട്രിയയെ കളിക്കളത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. അവരുടെ നീക്കങ്ങൾ കളിക്കളത്തിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ അദ്ദേഹം നുള്ളിക്കളഞ്ഞു. അതുപോലെ മനോഹരമായ ചില ഫോർവേഡ് പാസുകളും അദ്ദേഹം കൊടുത്തു. കാൻഡെ അതുപോലെ തന്നെ ലാസ്റ്റ് മാൻ എന്ന രൂപത്തിൽ ഒരു ചാലഞ്ച്, ആ ഒരു ഐ ക്യാച്ചിങ് കവറിങ് ചാലഞ്ച് അദ്ദേഹം നടത്തി. അതായത് അവസാനം ആ ഒരു ഗോളിലേക്ക് ഓസ്ട്രിയ കുതിക്കുമ്പോൾ റിക്കവറി റൺ നടത്തി പന്തെടുത്തത് എൻഗോളി കാൻഡെയായിരുന്നു. സോ കാൻഡെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് നടത്തിയത്. ഇഞ്ചുറി തുടരെ വരുന്നവൻ, അതുപോലെ സൗദിയിലേക്ക് പോയപ്പോൾ ഇനി ലൈറ്റ് ഫുട്ബോളിന് പറ്റാത്തവൻ എന്നൊക്കെ എഴുതി തള്ളിയിരുന്നു പലരും. ഫ്രഞ്ച് ഫുട്ബോൾ നിരീക്ഷകർ അത്തരത്തിൽ അദ്ദേഹത്തെ എഴുതി തള്ളിയിരുന്നു. പിന്നെ ഈ യൂറോ കപ്പിനുള്ള സ്ക്വാഡ് ദിദി ദശാം പ്രഖ്യാപിക്കുമ്പോൾ ഏറെക്കാലത്തിന് ശേഷം ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് കാറ്റ് മടങ്ങി വന്നപ്പോൾ നെറ്റിച്ചുളിച്ചവരുമുണ്ട്. അന്ന് ഫ്രാൻസിന്റെ മധ്യനിരക്ക് ശക്തി പകരുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ദശാം അദ്ദേഹത്തെ കൊണ്ടുവന്നത്. സൗദി അറേബ്യൻ ലീഗിൽ കളിക്കുന്ന കാൻഡെ ഒട്ടും കുറവ് തന്റെ മികവിന് പറ്റിയിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് കളിക്കളത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത്. ആ കണക്കുകൾ കൂടി നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ കളിയിൽ 2 കീ പാസുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. കളിയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്ത അദ്ദേഹമാണ്. 53 പാസുകളിൽ 46 സക്സസ്ഫുൾ, അതായത് 87% പാസിംഗ് ആക്യുറസി. 3 ടാക്കിളുകൾ അദ്ദേഹം ഈ കളിയിൽ നടത്തുകയുണ്ടായി. കളിയിൽ അദ്ദേഹത്തിന്റെ ടീമിൽ കൂടുതൽ ടാക്കിളുകൾ നടത്തിയത് അദ്ദേഹമാണ്. പിന്നെ ലാസ്റ്റ് ഡിഫൻഡർ എന്ന രൂപത്തിൽ ആ റിക്കവറി അദ്ദേഹം നടത്തി, നമ്മൾ ഓൾറെഡി പറഞ്ഞ വിഷയം. പിന്നെ 2 ഇന്റർസെപ്ഷൻസ്, മത്സരത്തിൽ ഏറ്റവും അധികം മികവിൽ ഇന്റർസെപ്ഷൻസ് നടത്തിയത് അദ്ദേഹമാണ്. 6 തവണ അദ്ദേഹം ബോൾ റിക്കവർ ചെയ്തെടുത്തു. അദ്ദേഹത്തിന്റെ ടീമിൽ ഏറ്റവും അധികം ബോൾ റിക്കവർ ചെയ്ത 2ാമത്തെ താരവും എൻഗോളോ കാൻഡെയാണ്. ചുരുക്കത്തിൽ കാൻഡെ വിസ്മയിപ്പിക്കുകയാണ്, എഴുതി തള്ളിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.